നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടക്കും. പുനഃപരിശോധന ഹർജിയെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാകും കേൾക്കുക. കേസിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ അടക്കം വാദം പൂർത്തിയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ വിലക്കുന്നില്ല. 10 വയസ്സിന് താഴെയും 55 വയസ്സിന് മുകളിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമുണ്ട്. ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ശബരിമലയിൽ കൂടുതലായി വരുന്നത്. അതുപോലെ കേരളത്തിലെ മറ്റയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് വിലക്കില്ലെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കണോ വേണമോ എന്നതിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി വാദിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. യുവതീ പ്രവേശനത്തിൽ മതപണ്ഡിതരുടെയും സാമൂഹ്യ നേതാക്കളുടെയും സമിതി രൂപീകരിച്ച് അഭിപ്രായം തേടണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം സുപ്രീം കോടതി വിധിയിൽ ഭക്തരായ സ്ത്രീകൾ തന്നെ എതിർപ്പുയർത്തിയെന്ന സൂചനയും സർക്കാർ സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്നു. കേസിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ മുന്നോട്ടു പോകവേ സുപ്രീം കോടതിയും ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനം ജനകോടികളുടെ വിശ്വാസം തെറ്റെന്ന് എങ്ങനെ സ്ഥാപിക്കും? ചീഫ് ജസ്റ്റിസ് ശബരിമല യുവതീ പ്രവേശന കേസിൽ വിവിധ വിഭാഗങ്ങളുടെ വാദം തുടരവേ നിർണായക നിരീക്ഷണം നടത്തിയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത് നടത്തിയത്. കോടിക്കണക്കിന് ആൾക്കാരുടെ വിശ്വാസം തെറ്റാണെന്ന് ഒരു നീതിന്യായ കോടതിക്ക് എങ്ങനെ പറയാനാകും? ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ദേവസ്വം ബോർഡിന്റെ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ സുപ്രധാന ചോദ്യം. വാദത്തിനിടെ ജനലക്ഷങ്ങളുടെ അഭിപ്രായം അറിയാതെ എങ്ങനെ ഒരു മതാചാരത്തിന്റെ സാധുത കോടതിക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നും ജസ്റ്റിസ് സുന്ദരേഷ് ആരാഞ്ഞു. ഈ സമയത്താണ് ജനലക്ഷങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് തീരുമാനിക്കുക കോടതിയെ സംബന്ധിച്ച് വളരെ ദുഷ്കരമാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന് വേണ്ടി ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂവെന്നും അത് ശബരിമലയാണെന്നും മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സാങ്വി ബോധിപ്പിച്ചു. അതുകൊണ്ടാണ് ഭക്തർ അവിടെ പോകുമ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടി വരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലിംഗവിവേചനമുണ്ടെന്ന വാദം തെറ്റാണെന്നും ശബരിമലയിൽ സ്ത്രീകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 10 വയസ്സിന് താഴെയും 55 വയസ്സിന് മുകളിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. 10നും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മറ്റയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും സാധിക്കും അദ്ദേഹം വ്യക്തമാക്കി. തികച്ചും കർക്കശമായ ആചാരങ്ങൾ ഹിന്ദുമതത്തിൽ ഇല്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുമ്പോൾ അവിശ്വാസികളാണെങ്കിൽ പോലും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരം സമ്പ്രദായം പാലിക്കുക തന്നെ ചെയ്യണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഹിന്ദുമതത്തിന് കർശനമായ ചട്ടക്കൂടില്ലെന്നും മതത്തിനുള്ളിൽ തന്നെ വൈവിധ്യവും പല ആചാരങ്ങളും ഉണ്ടെന്നും NSS, അയ്യപ്പ സേവാ സമാജം, ക്ഷേത്ര സംരക്ഷണ സമിതി എന്നിവയ്ക്ക് വേണ്ടി ഹാജരാകുന്ന CS വൈദ്യനാഥൻ ബോധിപ്പിച്ചപ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്ന അയ്യപ്പനിൽ വിശ്വാസമുള്ള ഏതു മതസ്ഥർക്കും ശബരിമലയിൽ ദർശനം നടത്താമെന്നും വൈദ്യനാഥൻ പറഞ്ഞു. അവിടെ ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ അവർക്ക് അയ്യപ്പനിൽ വിശ്വാസമുണ്ടായിരിക്കണം. 40 ദിവസത്തെ വ്രതം നോൽക്കണം. മറ്റു ഭക്തർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അവരും അനുഷ്ഠിക്കണം. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെടുന്നവർ ആയിരിക്കണമെന്നില്ല, വൈദ്യനാഥൻ വ്യക്തമാക്കി. ഈ സമയത്ത് ജസ്റ്റിസ് സുന്ദരേഷ് ഇടപെട്ടു. കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഷർട്ട് ധരിച്ചേ ഞാൻ കയറുള്ളൂ എന്നാർക്കും പറയാനുമാവില്ല, അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കാനാവില്ല. ഗുരുദ്വാരകളിൽ തല മറയ്ക്കണം, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ചൂണ്ടിക്കാട്ടി. അവിശ്വാസിയാണെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആചാരം പാലിക്കണം, ജസ്റ്റിസ് ബാഗ്ചി പറഞ്ഞു. വാദത്തിനിടെ കോടതിയും അഭിഭാഷകരുമായി ശക്തമായ വാദപ്രതിവാദങ്ങളും ഉണ്ടായി. മതങ്ങളിലുള്ള അന്ധവിശ്വാസം എന്തൊക്കെയെന്ന് പറയാനുള്ള അധികാരവും അവകാശവും തങ്ങൾക്കുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോഴായിരുന്നു ഇത്. ജഡ്ജിമാർ നിയമവിദഗ്ധർ ആണെങ്കിലും മതകാര്യങ്ങളിൽ മതേതര കോടതികൾക്ക് തീരുമാനമെടുക്കാനാവില്ലെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ പ്രതികരണം. ഒരു കാര്യം അന്ധവിശ്വാസമാണോ എന്ന് എങ്ങനെയാണ് കോടതി തീരുമാനിക്കുകയെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചോദിച്ചു. ഇനി അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ പോലും അത് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, ഭരണഘടനയുടെ 25(2) പ്രകാരം അതിനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്കാണ്. എന്തെങ്കിലും കാര്യത്തിൽ അന്ധവിശ്വാസമാണെങ്കിൽ അത് പറയാനും അത് പരിഷ്കരിക്കാനുമുള്ള നിയമം കൊണ്ടുവരാനുമുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്കാണ്. ദുർമന്ത്രവാദങ്ങളും മറ്റും തടയാനുള്ള നിയമങ്ങൾ വരെയുണ്ട്, കേന്ദ്രം പറഞ്ഞു. അങ്ങനെയല്ല, എന്തെങ്കിലും അന്ധവിശ്വാസമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ കോടതിക്ക് അധികാരമുണ്ട്. ഈ സമയം ജസ്റ്റിസ് അമാനുള്ള പറഞ്ഞു. നിയമനിർമ്മാണ സഭകൾ പറയുന്നതെല്ലാം അവസാന വാക്കാണെന്ന് പറയാനുമാവില്ല, അദ്ദേഹം പറഞ്ഞു. വിശ്വാസം അന്ധവിശ്വാസമാണോ എന്ന് നിശ്ചയിക്കാനുള്ള പാണ്ഡിത്യം മതേതര കോടതിക്ക് ഇല്ലെന്ന് തുഷാർ മേത്ത തിരിച്ചടിച്ചു. നമ്മുടേത് വൈവിധ്യമാർന്ന സമൂഹമാണ്. നാഗാലാൻഡിലെ വിശ്വാസം ഒരുപക്ഷെ എനിക്ക് അന്ധവിശ്വാസമായി തോന്നിയേക്കാം. മഹാരാഷ്ട്രയിലെ ദുർമന്ത്രവാദത്തിനെതിരെ നിയമമുണ്ട്, തുഷാർ മേത്ത പറഞ്ഞു. ശബരിമലയിൽ പ്രവേശനം തേടി ഹർജി നൽകിയത് അയ്യപ്പ ഭക്തർ അല്ലെന്ന് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ്
BV നാഗരത്ന നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭക്തരല്ലാത്ത ശബരിമലയുമായി ബന്ധമില്ലാത്ത ആൾക്കാർ നൽകിയ ഹർജി എന്തിനാണ് കോടതി പരിഗണിച്ചതെന്നും അവർ ചോദിച്ചു. പ്രവേശനം തേടി അയ്യപ്പ ഭക്തരായ ആരും കോടതിയെ സമീപിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. ഇത്തരം ഹർജിയുമായി ആരെങ്കിലും സിവിൽ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കേസുമായുള്ള ബന്ധം എന്താണെന്നായിരിക്കും ആദ്യം കോടതി ചോദിക്കുക. ബന്ധം വിശദീകരിക്കാനായില്ലെങ്കിൽ അപ്പോൾ തന്നെ കേസ് തള്ളും. അയ്യപ്പ ഭക്തരല്ല ഹർജി നൽകിയത് എന്നത് നേരത്തെ തന്നെ കണക്കിലെടുത്തിരുന്നുവെങ്കിൽ 2006 തന്നെ കേസ് തള്ളുമായിരുന്നുവെന്നും 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ജഡ്ജിമാരുടെ നിരീക്ഷണത്തോട് യോജിച്ച കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തനിക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. താൻ അങ്ങനെ സമീപിച്ചാൽ അതിനുള്ള അവകാശം തനിക്ക് എന്താണെന്ന് കോടതി ആരായുമെന്നും തുഷാർ മേത്ത പറഞ്ഞു. പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനായി കോടതിയെ സമീപിച്ചതെന്ന് സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സംഘടനയ്ക്ക് ശബരിമലയെക്കുറിച്ച് അറിയില്ലെന്നും കേന്ദ്രം തങ്ങളുടെ വാദത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.